ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നക്ഷത്രത്തെ കണ്ട് പുൽക്കൂട്ടിലെ ഉണ്ണിയേശുവിനെ കണ്ട് ആരാധിക്കാൻ വന്ന ജ്ഞാനികളാകട്ടെ ഇന്ന് നമ്മുടെ ധ്യാന വിഷയം. പ്രിയപ്പെട്ടവരെ, ആ ജ്ഞാനികൾ നക്ഷത്രത്തെ തിരിച്ചറിഞ്ഞു. അടയാളമാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. വാഗ്ദാനം ചെയ്യപ്പെട്ട രക്ഷകൻ ഭൂമിയിൽ അവതരിച്ചു, ആ നീതി സൂര്യൻ ഉദയം ചെയ്തു എന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് നക്ഷത്രത്തെ അനുഗമിച്ച് അവർ യേശുവിനെ അന്വേഷിച്ച് ബെത്ലഹേമിലേക്ക് വരികയാണ്. അടയാളങ്ങൾ തിരിച്ചറിയുന്നവരാണോ നാം? അടയാളങ്ങൾ തിരിച്ചറിഞ്ഞവർക്ക് മാത്രമേ രക്ഷകനെ കാണുവാൻ സാധിക്കുകയുള്ളൂ. ദൈവാനുഭവം സ്വന്തമാക്കണമെങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന നിമിഷങ്ങളെല്ലാം തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. അതൊരു അടയാളമായിരിക്കാം, നമ്മുടെ ജീവിതത്തിലെ രോഗാവസ്ഥയായിരിക്കാം, നമ്മുടെ ജീവിതത്തിലെ കുടുംബത്തിലെ ചില സാഹചര്യങ്ങളായിരിക്കാം, നമ്മൾ കടന്നു പോകുന്ന ചില അവസ്ഥകളായിരിക്കാം. ഈ അവസ്ഥകളിലെല്ലാം നമ്മൾ കടന്നു പോകുമ്പോൾ അതെല്ലാം ദൈവത്തെ തിരിച്ചറിയുവാൻ, എന്നെ സ്നേഹിക്കുന്ന, എനിക്ക് വേണ്ടി കടന്നു വരുന്ന ആ രക്ഷകനെ തിരിച്ചറിയാനുള്ള അവസരമാണെന്ന് നാം തിരിച്ചറിഞ്ഞാൽ നമുക്ക് യേശുവിനെ അനുഗമിക്കാൻ സാധിക്കും. ഈ ക്രിസ്മസ് കാലത്ത് ഈശോയെ തിരിച്ചറിയുവാനും അവൻ നൽകുന്ന അടയാളങ്ങൾ തിരിച്ചറിയുവാനും നമ്മുടെ ജീവിതത്തിൽ ചൂണ്ടുപലകയായി നിൽക്കുന്ന വചനവും സഭാപ്രബോധനങ്ങളും പഠനങ്ങളുമെല്ലാം അതിലൂടെയെല്ലാം വെളിപ്പെടുന്ന ദൈവഹിതവും ദൈവേഷ്ടം തിരിച്ചറിയാനും അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.